ദീനാമ്മ പി കേശവദേവ്. അവൾ കണ്ണാടിയിൽ നോക്കി നിൽക്കയാണ്. പതിഞ്ഞ മൂക്ക്, കറുത്തു തടിച്ച് വിടർന്ന ചുണ്ടുകൾ, ഉന്തിയ ദന്തനിരകൾ, പകുതി അടഞ്ഞ കണ്ണുകൾ, മെലിഞ്ഞ കഴുത്ത്, കരിക്കട്ടയേക്കാൾ കറുത്ത നിറം. അതാണ് അവളുടെ ബാഹ്യരൂപം. ആ വൈരൂപ്യത്തിനിടയിൽ സൗന്ദര്യത്തിന്റെ വല്ല അംശവും മറഞ്ഞു കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് പോലെ അവൾ അധിക നേരം അങ്ങനെ കണ്ണാടിയിൽ നോക്കി നിന്നു. ദീനാമ്മ കൊച്ചമ്മേ, ആ കണ്ണാടി ചീത്തയാക്കുന്നതെന്തിനാ? വാതിൽക്കൽ എത്തി നോക്കിക്കൊണ്ട് സാറാമ്മ ചോദിക്കുകയാണ്. നിനക്ക് ഛേദമൊന്നുമില്ലല്ലോ? ഒരു പച്ച ചിരിയോടുകൂടി ദീനാമ്മ ഉത്തരം പറഞ്ഞു. ഛേദമില്ലേലും കണ്ടതു പറയണ്ടയോ? ദീനാമ്മ അതിനുത്തരമൊന്നും പറഞ്ഞില്ല. സാറാമ്മ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോയി. അവളുടെ സ്വരം വടക്കുവശത്ത് ഇങ്ങനെ കേട്ടു. അമ്മച്ചി, ദേണ്ടെ ദീനാമ്മ കൊച്ചമ്മ കണ്ണാടി തല്ലിപ്പൊട്ടിക്കുന്നു. ദീനാമ്മ കണ്ണാടി മേശമേലെറിഞ്ഞു. അവളുടെ നയനങ്ങൾ ബാഷ്പാകുലമായി. അവൾ കട്ടിലിൽ ചെന്നിരുന്ന് വിങ്ങി വിങ്ങി കരഞ്ഞു. ദിവസവും അവൾ അങ്ങനെ കണ്ണാടിയിൽ നോക്കി നിൽക്കാറുണ്ട്. ദിവസവും അവൾ അങ്ങനെ കണ്ണുനീരൊഴുക്കാറുണ്ട്. സൗന്ദര്യത്തെ വൈരൂപ്യത്തിൽ നിന്ന് വേർതിരിച്ചറിയുവാനുള്ള കഴിവ് അവൾക്കുണ്ടായിരുന്നു. അക്കാരണത്താൽ തന്നെ അവൾ അവളുടെ മുഖത്തെ അധികം വെറുത്തു. ഒരു സ്ത്രീ വിരൂപയായിരിക്കുക, അവളുടെ വൈരൂപ്യത്തെപ്പറ്റി അവൾക്ക് തന്നെ ബോധമുണ്ടായിരിക്കുക, അതിലധികം പരാജയഹേതുവും ശോകാത്മകവുമായ ഒരു ജീവിതം വേറെയില്ല. ദീനാമ്മ കണ്ണാടി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. അവൾ അത് കിണറ്റിൽ വലിച്ചെറിഞ്ഞു. എപ്പോഴും അവളുടെ വൈരൂപ്യത്തെ അനുസ്മരിപ്പിക്കുന്ന കണ്ണാടി ഇനിമേൽ അതിൽ നോക്കുകയില്ലെന്ന് അവൾ പ്രതിജ്ഞ ചെയ്തു. പക്ഷെ ജീവനുള്ള ഒരു കണ്ണാടി ആ വീട്ടിലുണ്ട്, സാറാമ്മ. അവൾ എപ്പോഴും ദീനാമ്മയുടെ വൈരൂപ്യത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കും. കൊക്കുപോലുള്ള കണ്ടവും മൊട്ടിയ മൂക്കും, അർത്ഥനീലിമിത നേത്രങ്ങൾ, ആനച്ചുണ്ട് കണക്കേ അതരങ്ങൾ, മാനിനീമണി ദീനാമ്മയല്ലയോ? അങ്ങനെ സാറാമ്മ എപ്പോഴും പാടുന്നത് കേൾക്കാം. ദീനാമ്മ വിദ്യാർത്ഥിനിയായിരുന്നപ്പോൾ കുസൃതിക്കാരനായ ഒരു വിദ്യാർത്ഥി അവളെപ്പറ്റി എഴുതിയ ഒരു ഹാസ്യ കവിതയായിരുന്നു അത്. ദീനാമ്മ എവിടെയെങ്കിലും ഇരിക്കുന്നത് കണ്ടാൽ ഉടൻ സാറാമ്മ ആ പാട്ട് ഉച്ചത്തിൽ പാടുകയായി. ചിലപ്പോൾ സംഗീത നാടകത്തിൽ എന്ന പോലെ അവൾ ദീനാമ്മയുടെ മുമ്പിൽ ചെന്നിട്ട് മാനിനീമണി ദീനാമ്മയല്ലയോ എന്ന് പാടും. ആദ്യം ദീനാമ്മ സാറാമ്മയുടെ നേരെ ചുണ്ടിയെടുത്തിരുന്നു. പിന്നീട് അവളുടെ വൈരൂപ്യത്തെപ്പറ്റി അവൾക്ക് തന്നെ ബോധമുണ്ടായപ്പോൾ അന്യർ അവളെ പരിഹസിക്കുന്നത് വൈരൂപ്യത്തിൻ്റെ നേരെയുള്ള പ്രതിഷേധം മാത്രമാണെന്ന് അവൾക്ക് മനസ്സിലായി. അതിൽ പിന്നെ അവൾ ഒരു പച്ചച്ചിരി ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയുള്ളൂ. ദീനാമ്മയുടെ വൈരൂപ്യത്തിൽ അവളെക്കാൾ അധികമായി അവളുടെ അച്ഛനും അമ്മയും ദുഃഖിച്ചു. സാറാമ്മ ദീനാമ്മയെ പരിഹസിക്കുമ്പോൾ അവരുടെ അമ്മ അവളെ ശാസിക്കാറുണ്ട്. എന്താടി ഇത്ര തികയുന്നേ? അവൾക്ക് എന്താ കുറ്റം? അയ്യോ, ആ മൂക്കിൻ്റെ ചന്തം. സാറാമ്മ ഓരോ കുറ്റങ്ങൾ പറഞ്ഞു തുടങ്ങും. അവളുടെ മൂക്കിനെന്താ ചന്തക്കുറവ്? പതിഞ്ഞിരിക്കുന്നതാ ചന്തം. ആ ചുണ്ടിൻ്റെ ഭംഗി ആനച്ചുണ്ടുപോലെ ഇരിക്കുന്നേ. അവളുടെ ചുണ്ട് കുറേ വലുതാണെങ്കിലും അത് അവൾക്കൊരു ശോഭയാ. ശോഭ, കാക്കക്കൊരാത്തിയുടെ ശോഭ. നിന്റെ ശോഭയൊന്നും അവൾക്ക് കൊടുക്കേണ്ട. ഇനി അവളെ ആക്ഷേപിക്കുന്നത് കേട്ടാ നിനക്ക് തല്ലുകൊള്ളും. സാറാമ്മ പാടിക്കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകും. കൊക്കുപോലുള്ള കണ്ടവും ഒട്ടിയ മൂക്കും, അർത്ഥനിമീലിത നേത്രങ്ങൾ, ആനച്ചുണ്ട് കണക്കേ അതരങ്ങൾ, മാനിനീമണി ദീനാമ്മയല്ലയോ? അവളുടെ അമ്മ വടിയും എടുത്തുകൊണ്ട് പിറകെ ഓടും. ദീനാമ്മ ശോകാത്മകമായ ഒരു മന്ദഹാസത്തോടെ പറയും, അമ്മച്ചി, അവൾ പാടട്ടെ, അവൾ ആക്ഷേപിക്കട്ടെ. അവളുടെ കുറ്റമല്ല, എന്നോടുള്ള വിരോധവുമല്ല. എൻ്റെ മുഖം കണ്ടാൽ ആരും ആക്ഷേപിക്കും. സാറാമ്മ വിരൂപയല്ലെങ്കിലും സുന്ദരിയാണെന്ന് പറയുവാൻ നിവൃത്തിയില്ല. പക്ഷേ ദീനാമ്മയുടെ സാന്നിധ്യത്തിൽ അവൾ ഒരു ദേവാംഗന തന്നെയാണ്. ജ്യേഷ്ഠത്തിയുടെ വൈരൂപ്യം അനുജത്തിയുടെ സൗന്ദര്യത്തെ വലുതാക്കി കാണിച്ചു. അതുപോലെ തന്നെ അനുജത്തിയുടെ സൗന്ദര്യം ജ്യേഷ്ഠത്തിയുടെ വൈരൂപ്യത്തെയും വർദ്ധിപ്പിച്ചു. ദീനാമ്മയ്ക്ക് എവിടെയും എപ്പോഴും ഒറ്റയ്ക്ക് പോകുവാൻ അനുവാദമുണ്ട്. അവളുടെ വൈരൂപ്യം യുവാക്കളുടെ ആക്രമണത്തിൽ നിന്ന് അവളെ രക്ഷിച്ചു കൊള്ളുമെന്ന് മാതാപിതാക്കൾക്ക് നിശ്ചയമുണ്ടായിരുന്നു. പക്ഷേ പഠിത്തം നിർത്തിയതിനു ശേഷം അവൾ പുറത്തെങ്ങും പോകാറില്ല. ഞായറാഴ്ച തോറും പള്ളിയിൽ മാത്രം പോകും. അവൾ എവിടെ ചെന്നാലും അപഹസിക്കപ്പെടും. അവൾ എല്ലാവരാലും വെറുക്കപ്പെടും. അതിനാൽ മറ്റുള്ളവരിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഏകാന്തമായി ജീവിക്കുവാൻ അവൾ എപ്പോഴും ആഗ്രഹിച്ചു. വിരൂപയായ ദീനാമ്മ സൗന്ദര്യത്തിൻ്റെ ആരാധികയായിരുന്നു. സൗന്ദര്യമില്ലാത്ത ആകൃതി, ലാളിത്യമില്ലാത്ത സ്വഭാവം, കവിതയില്ലാത്ത സംഭാഷണം, അതെല്ലാം അവൾക്ക് ദുസ്സഹമായിരുന്നു. എന്നാൽ അവളുടെ മുഖത്തിൻ്റെ വൈരൂപ്യത്തെപ്പറ്റി അവൾക്ക് തന്നെ ബോധമുണ്ടായിരുന്നതുകൊണ്ട് അന്യരെ നിരൂപണം ചെയ്യുവാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അവളുടെ ഇളയപ്പൻ്റെ മകളായ അന്നക്കുട്ടിയെയും അയൽക്കാരിയായ തങ്കമ്മയെയും മാത്രം അവൾക്ക് നീരസമുണ്ടാക്കാത്ത വിധത്തിൽ അവൾ നിരൂപണം ചെയ്യുമായിരുന്നു. അന്നക്കുട്ടിയോട് അവൾ പറയും, അന്നക്കുട്ടി, നിന്റെ മുടി അങ്ങനെയല്ല കെട്ടേണ്ടത്, ഇവിടെ വാ, ഞാൻ കെട്ടിത്തരാം. അവൾ അന്നക്കുട്ടിയുടെ മുടി ഭംഗിയായി ചീകിക്കെട്ടും. അതിൽ പൂക്കൾ അണിയും.
എന്നിട്ട് പറയും, ഇങ്ങനെ മുടി കെട്ടുന്നതാണ് നിനക്ക് ഭംഗി. മുടി കെട്ടി പൂക്കൾ അണിയണം, ഭംഗിയായി നടക്കണം. തങ്കമ്മ വെളുത്ത ചട്ടയും ധരിച്ചു വരുമ്പോൾ ദീനാമ്മ പറയും, തങ്കമ്മേ, ഇളം പച്ച നിറത്തിലുള്ള ചട്ടയിടണം, അതാണ് നിനക്ക് ചേരുന്നത്. തങ്കമ്മ ചോദിക്കും, നിറമുള്ള ചട്ട ഇടാമോ ദീനാമേ? പിന്നെന്താ ഇട്ടാല്? നിനക്ക് അതാണ് യോജിക്കുന്നത്. അത് നിന്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കും. ഓ സൗന്ദര്യം, തങ്കമ്മ ഉദാസീനമായി പറയും. സൗന്ദര്യം ദൈവം തരുന്നതല്ലേ ദീനാമേ? ദീനാമ്മയുടെ മുഖത്ത് ഒരു ശോകഛായ നിഴലിക്കും. അതെ, സൗന്ദര്യം ദൈവം തരുന്നത് തന്നെയാണ്, എല്ലാവർക്കും കിട്ടുകയില്ല. ദൈവം തരുന്ന സൗന്ദര്യത്തെ നാം കാത്തു സൂക്ഷിക്കണം, അതാണ് നമ്മുടെ കടമ. സൗന്ദര്യത്തെ ഹനിക്കുന്ന അന്ധവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും നിയമങ്ങളെയും അവൾ ബഹുമാനിക്കുകയില്ല. മനുഷ്യരുടെ ആകൃതിയിലും പ്രകൃതിയിലും സൗന്ദര്യം ഉണ്ടായിരിക്കുവാൻ അവൾ ആഗ്രഹിച്ചു. സൗന്ദര്യ സമ്പൂർണമായ കലാമയമായ ഒരു ലോകത്തെ അവൾ ഭാവനയിൽ കണ്ടു. അവളുടെ മുറി കമനീയമായ ചിത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. ഒരു നല്ല ചിത്രമോ ശോഭയുള്ള ഒരു പുഷ്പമോ ദീനാമ്മയുടെ ഹൃദയത്തെ കവർന്നു കളയും. അവളുടെ കട്ടിലിൽ മലർന്നു കിടന്ന് ചുമരിലുള്ള ചിത്രങ്ങളുടെ മൂകമായ കവിതയിൽ ലയിക്കുക എന്നത് അവളുടെ പതിവാണ്. വീട്ടിലെ പുരയിടത്തിൽ നിർബാധമായ ഒരു സ്ഥലത്ത് അവൾ ഒരു പൂന്തോട്ടം നിർമ്മിച്ചിട്ടുണ്ട്. ഏറ്റവും വിശേഷപ്പെട്ട ചെടികളും ലതകളും അവിടെ ആ തോട്ടത്തിൽ നട്ടുവളർത്തിയിരുന്നു. അതിൻ്റെ മധ്യത്തിൽ അതിമനോഹരമായ ഒരു വള്ളിക്കുടിലും. അവൾ പാട്ടു പഠിച്ചില്ലെങ്കിലും ആ വള്ളിക്കുടിൽ ഇരുന്ന് മൃദുവായി പാടുമായിരുന്നു. എല്ലാ പ്രഭാതത്തിലും ദീനാമ്മ കുളിക്കും. അതൊന്നും സാറാമ്മയ്ക്ക് ഇഷ്ടമല്ല. ഒരു ദിവസം ദീനാമ്മ കുളിയും കഴിഞ്ഞ് വരുമ്പോൾ സാറാമ്മ ഹാസ്യഭാവത്തിൽ ചോദിച്ചു, ദീനാമ്മ കൊച്ചമ്മേ, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? ദീനാമ്മ അവളുടെ സഹജമായുള്ള ശോകമന്ദഹാസത്തോടെ ഉത്തരം പറഞ്ഞു, കാക്ക കുളിച്ചാൽ കൊക്ക ആകുകയില്ല, പക്ഷേ കാക്കയും കുളിക്കും. കുളിക്കാത്ത കൊക്കിനേക്കാൾ നല്ലത് കുളിക്കുന്ന കാക്കയല്ലേ? ഒരു ദിവസം ദീനാമ്മ അവളുടെ മുറിയിൽ ചിത്രങ്ങളെ നോക്കി ആനന്ദിച്ചുകൊണ്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. സാറാമ്മ സാവധാനത്തിൽ ആ മുറിയിൽ കയറി. ചിത്രത്തിൽ നോക്കിക്കൊണ്ട് അവൾ കുറേ നേരം അങ്ങനെ നിന്നു. രവിവർമ്മയുടെ ഹംസം ദമയന്തി എന്ന ചിത്രമായിരുന്നു അത്. സാറാമ്മ ആ ചിത്രത്തിന്റെ ഭംഗി കാണുവാനെന്ന മട്ടിൽ അത് ചുമരിൽ നിന്നെടുത്ത് അവൾ സാവധാനം മേശയുടെ അരികിൽ ചെന്നിരുന്നു. ദീനാമ്മ കാണാതെ മേശയിൽ നിന്ന് ഫൗണ്ടൻ പേനയെടുത്ത് ആ ചിത്രത്തിൽ വരയ്ക്കുവാൻ തുടങ്ങി. അതീവ സുന്ദരമായ ആ ചിത്രത്തിന്റെ പല ഭാഗങ്ങളിലും അവൾ മഷി പുരട്ടി. ദമയന്തിയുടെ നയനങ്ങളിൽ 2 തുള്ളി മഷി, മൂക്കത്തു തടിച്ച ഒരു വര, അതിരങ്ങളിൽ 5-6 തുള്ളി മഷി ഒഴിച്ച് വിരൽ കൊണ്ട് ഒരു തുപ്പ്. സാറാമ്മ ചിത്രമെടുത്ത് ഉയർത്തിപ്പിടിച്ചു. അവൾ സംതൃപ്തയായി. അവളുടെ ചിത്രനിർമ്മാണ പാടവത്തിൽ അവൾ അഭിമാനം കൊണ്ടു. ആ ചിത്രം ദീനാമ്മയുടെ നേരെ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ദേണ്ടേ, ഇപ്പോഴിത് ദീനാമ്മ കൊച്ചമ്മയെ പോലിരിക്കുന്നില്ലയോ? കൊലപാതകം! ദീനാമ്മ ഒന്ന് നടുങ്ങി. അയ്യോ! അവൾ പിടഞ്ഞെഴുന്നേറ്റു. സാറാമ്മേ, നീ എന്ത് ദ്രോഹമാണ് ഈ കാണിച്ചത്? അവളുടെ കണ്ടമിടറി. നീ സൗന്ദര്യത്തെ കുത്തിക്കൊന്നു. നീ വിരൂപയാണ്. സാറാമ്മ പൊട്ടിച്ചിരിച്ചു. കൊക്കുപോലുള്ളൊരു കണ്ടവും ഒട്ടിയ മൂക്കും മർത്തമിലീത നേത്രങ്ങൾ, ആനച്ചുണ്ട് കണക്കേ അതിരങ്ങൾ, മാനിനീമണി ദീനാമ്മയല്ലയോ? അങ്ങനെ പാടിക്കൊണ്ട് അവൾ ഓടിപ്പോയി. അപ്പുറത്ത് അവളുടെ സ്വരം ഇങ്ങനെ കേട്ടു, അമ്മച്ചി, ദേണ്ടേ, ഇതുപോലല്ലേ ദീനാമ്മ കൊച്ചമ്മയുടെ മുഖം? അയൽക്കാരി തങ്കമ്മയുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. അവളും ദീനാമ്മയും സമപ്രായക്കാരായിരുന്നു. വിവാഹ ദിവസം തങ്കമ്മയെ വസ്ത്രാഭരണങ്ങളാൽ അണിയിച്ചത് ദീനാമ്മയാണ്. ദീനാമ്മ തങ്കമ്മയുടെ മുടി ഭംഗിയായി ചീകിക്കെട്ടി. മുടി കെട്ടുന്നതിന് ദീനാമ്മയ്ക്ക് പ്രത്യേക വൈദഗ്ധ്യമുണ്ട്. ഓരോ മുഖത്തിനും യോജിച്ച വിധത്തിലാണ് അവൾ മുടി കെട്ടുന്നത്. പിന്നെ തങ്കമ്മയെ വസ്ത്രങ്ങൾ ഉടുപ്പിച്ചു. അതിലും അവൾക്കൊരു പ്രത്യേകമായ വാസനയുണ്ട്. എല്ലാവരും ഉടുക്കുന്നത് പോലെ തന്നെ, പക്ഷേ ദീനാമ്മയുടെ കൈകൊണ്ടാകുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു സൗന്ദര്യമുണ്ടാകും. ഏറ്റവും മിതമായ ആഭരണങ്ങൾ അണിയുവാൻ മാത്രമേ അവൾ അനുവദിച്ചുള്ളൂ. അങ്ങനെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ തങ്കമ്മ കണ്ണാടിയിൽ മുമ്പിൽ ചെന്ന് നിന്നു. എനിക്ക് ഈ സൗന്ദര്യമെല്ലാം എവിടെ നിന്നുണ്ടായി ദീനാമ്മേ? ഈ സൗന്ദര്യം നിനക്കുള്ളതാണ്. എല്ലാവർക്കുമുണ്ട് സൗന്ദര്യം. അതിനെ കണ്ടറിയുവാൻ എല്ലാവർക്കും കഴിയുകയില്ലെന്ന് മാത്രം. ദീനാമ്മയ്ക്കുമുണ്ടോ സൗന്ദര്യം? അവൾ ഉദാസീനമായി ചോദിച്ചു. ഉണ്ട്. എൻ്റെ മുഖം വിരൂപമാണെങ്കിലും ഞാൻ സുന്ദരിയാണ്. അവൾ ദൃഢസ്വരത്തിലാണ് അങ്ങനെ പറഞ്ഞത്. അവൾ അല്പസമയം മൗനമായി നിന്നു. അവളുടെ മുഖത്ത് ശോകാത്മകമായ മന്ദഹാസം സ്ഫുരിച്ചു. പക്ഷേ എൻ്റെ സൗന്ദര്യം ആരും കണ്ടില്ലെന്ന് വരാം, ആരും അറിഞ്ഞില്ലെന്ന് വരാം. അത് എന്നിൽ തന്നെ ഇരുന്ന് നശിച്ചു പോകുമായിരിക്കാം. അവൾ പറഞ്ഞതെന്താണെന്ന് തങ്കമ്മയ്ക്ക് മനസ്സിലായില്ല. വിവാഹം കഴിഞ്ഞ് വധൂവരന്മാർക്ക് മംഗളാശംസിച്ചിട്ട് അവൾ തിരിച്ചു പോന്നു. അവൾ അവളുടെ കട്ടിലിൽ ചെന്ന് കിടന്നു. അതിമനോഹരമായ ഒരു ദിവാസ്വപ്നത്തിൽ അവൾ മുഴുകിപ്പോയി. അവളുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. വരൻ കോമളനും സൽസ്വഭാവിയും വിദ്വാനുമായ ഒരു യുവാവ്. അവളുടെ വീട് കമനീയമായി അലങ്കരിച്ചിരിക്കുന്നു. വാദ്യഘോഷങ്ങൾ ആരംഭിച്ചു. അവൾ ധൃതിയിൽ ഒരുങ്ങുകയാണ്. ഒരുക്കങ്ങൾ കഴിഞ്ഞ് അവൾ കണ്ണാടിയുടെ മുൻപിൽ ചെന്നു നിന്നു. അവൾ സുന്ദരിയായിരിക്കുന്നു. സുന്ദരിയോ? അവൾ തന്നെത്താൻ ചോദിച്ചു. അവൾ ദിവാസ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. താൻ സുന്ദരിയോ? അവൾ സാറാമ്മയുടെ മുറിയിലേക്കോടി. കണ്ണാടിയെടുത്ത് നോക്കി. ആ പതിഞ്ഞ മൂക്കും ഉന്തിയ പല്ലും കറുത്തു തടിച്ച ചുണ്ടുകളും ഇല്ല.
അതിനുള്ള ഭാഗ്യം എനിക്കില്ല, അവൾ തന്നെത്താൻ പിറുപിറുത്തു. പിന്നെയും കൊല്ലം 1 കഴിഞ്ഞു. ദീനാമയ്ക്ക് വയസ്സ് 22 ഇളയപ്പൻ്റെ മകൾ അന്നക്കുട്ടി, അവളുടെയും വിവാഹം നടന്നു. ആ കല്യാണത്തിന് ദീനാമ പോയിരുന്നു. എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമോ? അവൾ തന്നെത്താൻ ചോദിച്ചു. ഒരു ഭാര്യയാകുവാൻ, ഒരു ഭർത്താവിനോടുകൂടി ജീവിക്കുവാൻ അവൾക്കും അധികമായ ആശയുണ്ട്. അതിനും ഉപരിയായി ഒരു കുട്ടിയുടെ അമ്മയാകുവാനാണ് അവൾ ആഗ്രഹിച്ചത്. അവളുടെ ഹൃദയം കുതിച്ചു ചാടിക്കൊണ്ടിരുന്നു. ഭർത്താവിൻ്റെ മാർവിടത്തിൽ വിശ്രമം കൊള്ളുവാൻ അവളുടെ കറുത്തു തടിച്ച ചുണ്ടുകൾ വെമ്പൽ കൊള്ളുമായിരുന്നു. അവളുടെ ശിശുവിൻ്റെ കവിളിൽ ഒന്ന് ചുംബിക്കുവാൻ അവൾ ഭാവിയുടെ വിദൂരതയിലേക്ക് നോക്കി. ശൂന്യം, ശൂന്യം. പ്രേമാപൂർവമായ ഒരു നോട്ടം അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ചിട്ടില്ല. അവൾ ലോകത്തെ സ്നേഹിച്ചു, ലോകം അവളെ വെറുത്തു. അവൾ ലോകത്തിൻ്റെ സൗന്ദര്യത്തെ ആരാധിച്ചു, ലോകം അവളിൽ വൈരൂപ്യം ദർശിച്ചു. അവൾ ആരോടും പരിഭവപ്പെട്ടില്ല, ആരോടും പരാതി പറഞ്ഞതുമില്ല. അവളുടെ വിരൂപമായ മുഖം ലോകത്തെ അവളിൽ നിന്ന് അകറ്റി നിർത്തുകയാണെന്ന് അവൾക്കറിയാമായിരുന്നു. 1 വർഷം കൂടി കഴിഞ്ഞു. സാറാമ്മയ്ക്ക് വിവാഹാലോചനകൾ പലതും ഉണ്ടായി. മൂത്തവൾ ഇരിക്കുമ്പോൾ ഇളയതിനെ അയക്കുന്നതെങ്ങനെ? അങ്ങനെ പറഞ്ഞ് അവളുടെ അച്ഛൻ വിവാഹം നടത്താതിരിക്കുകയാണ്. ദീനാമ്മയെ വിവാഹം കഴിപ്പിക്കുവാൻ പല ശ്രമങ്ങളും നടന്നു. എല്ലാം വിഫലമായി. ദീനാമ്മയ്ക്ക് വേണ്ടി സാറാമ്മ അവിവാഹിതയായിരിക്കേണ്ടി വന്നു. അമ്മ ഒരു ദിവസം അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ വരുന്നതൊക്കെ ഉപേക്ഷിച്ചാൽ ഒക്കുമോ? ദീനയ്ക്ക് ആരെങ്കിലും ഉണ്ടാകുമ്പോൾ അയക്കാം. അവൾക്ക് വേണ്ടി ഇളയവൾ കഷ്ടപ്പെടുന്നതെന്തിനാ? സാറാമ്മയ്ക്ക് ദീനാമ്മയോട് വെറുപ്പ് വർദ്ധിച്ചു വന്നു. അവൾ ദീനാമ്മയോട് സംസാരിക്കുക പോലും ചെയ്യാതെയായി. അവളുടെ സുഖത്തിന് പ്രതിബന്ധമായി നിൽക്കുന്ന ഒരു ശത്രുവിനെ എന്ന പോലെയാണ് അവൾ ദീനാമ്മയെ കരുതിയത്. ഒരു ദിവസം ദീനാമ്മ ആയിടെ അവൾക്ക് കിട്ടിയ ഒരു ചിത്രത്തിൽ നോക്കിക്കൊണ്ട് അവളുടെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. ഒരു റോസാപ്പൂ പറിച്ചെടുക്കുവാൻ കൈനീട്ടുന്ന അതിസുന്ദരിയായ ഒരു യുവതി. അവൾ ആ റോസാ പുഷ്പത്തിൻ്റെ ശോഭയിൽ മതിമറന്നു നിൽക്കുകയാണ്. പുഷ്പം പറിച്ചാൽ അതിന് വേദനയുണ്ടാകുമോ എന്ന ശങ്ക കൊണ്ടെന്ന പോലെ അവളുടെ കൈ പുഷ്പത്തെ തൊടുവാൻ മടിക്കുന്നു. അതാണ് ആ ചിത്രത്തിൻ്റെ സാരം. ചിത്രത്തിൻ്റെ താഴെ ആർട്ടിസ്റ്റ് CM തോമസ് എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ ഒരു ചിത്രകാരനെ അവൾ അതിനു മുമ്പ് കേട്ടിട്ടില്ല. ചിത്രത്തിൻ്റെ സൗന്ദര്യം, അതിൻ്റെ കവിതയും അവളെ ഹഠാത് ആകർഷിച്ചു. അടുത്ത മുറിയിൽ അച്ഛനും അമ്മയും കല്യാണക്കാര്യത്തെക്കുറിച്ച് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അവൾ ഇരിക്കുന്ന മുറിയിൽ അച്ഛൻ കയറി വന്നു. ചിത്രത്തിൽ നിന്ന് കണ്ണെടുക്കാതെ അവൾ എഴുന്നേറ്റു. അയാൾ കസേരയിലിരുന്നു. ദീന. വാത്സല്യവും അതിലധികം അനുകമ്പയും ഇടകലർന്ന സ്വരത്തിലാണ് അയാൾ അങ്ങനെ വിളിച്ചത്. ദീനാമ്മ മുഖമുയർത്തി പിതാവിനെ നോക്കി. അയാൾ എന്തോ പറയുവാൻ ഭാവിച്ചു. അതിനെ സംയമനം ചെയ്തിട്ട് ഇങ്ങനെ ചോദിച്ചു, ദീന, നീ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ട്. ഒരു ചെറിയ വട്ടമേശമേൽ വെച്ചിരുന്ന ക്രിസ്തുവിൻ്റെ പടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ തുടർന്നു. ആ പടത്തിൻ്റെ മുമ്പിൽ ഞാൻ ദിവസവും പ്രാർത്ഥിക്കും. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ഉർദ്ധദൃഷ്ടികളോടെ അയാൾ തുടർന്നു. മോളെ, കർത്താവിൻ്റെ നിയമം നടക്കും. കർത്താവിൻ്റെ കാരുണ്യം നമ്മെ രക്ഷിക്കും. കർത്താവിൻ്റെ രാജ്യം വരും. ദീനാമ്മ നമ്രമുഖിയായി മൗനിയായിരുന്നു. അയാൾ തുടർന്നു. ഈ കണ്ടതൊന്നും കാര്യമല്ല മോളെ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മളെല്ലാം കണക്ക് പറയണം. അതിനൊരുങ്ങിക്കോ. അച്ഛനോ അമ്മയോ സന്താനങ്ങളോ ഭാര്യയോ ഭർത്താവോ അന്ന് സഹായിക്കാൻ വരത്തില്ല. നമ്മുടെ പാവങ്ങൾക്കെല്ലാം നമ്മൾ തന്നെ ഉത്തരം പറയണം. അയാൾ ഇടതു കൈയാൽ ശിരസ് താങ്ങിക്കൊണ്ട് മൗനമായിരുന്നു. പുത്രിയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അയാൾ വീണ്ടും പറഞ്ഞു, ദീന, നീ പാവം ചെയ്യുവാൻ പിറന്നവളല്ല. വിശുദ്ധ മറിയത്തെപ്പോലെ എൻ്റെ മോൾ എന്നും പരിശുദ്ധിയായിരിക്കണം. കന്യാമഠമാണ് എൻ്റെ കുഞ്ഞിന് ചേർന്ന സ്ഥലം. അയാൾ അറിയാതെ അയാളിൽ നിന്ന് ഒരു നെടുവീർപ്പുണ്ടായി. ദീനാമ്മയുടെ ശോകമായ മന്ദഹാസം അവളുടെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടു. അപ്പച്ച, എനിക്കതിന് യോഗ്യതയില്ല. എനിക്കതിനുള്ള പരിശുദ്ധിയില്ല. അവൾ നമ്രമുഖിയായി. ആ മന്ദഹാസം മാഞ്ഞുപോയി. ശോകം മാത്രം അവശേഷിച്ചു. ഞാനെന്നും ഒരു കന്യകയായിരിക്കുന്നു കൊള്ളാം. കന്യാമഠത്തിലല്ല, അതിനു പുറത്ത് വിശാലവും സുന്ദരവുമായ ഈ ലോകത്തിൽ ഞാൻ എന്നും കന്യകയായി കഴിഞ്ഞുകൊള്ളാം. അവൾ അല്പസമയം മൗനമായി നിന്നു. ആ മുഖത്തു നിന്ന് ശോകവും മാഞ്ഞുപോയി. അവൾ പ്രചോദനം കൊണ്ടതുപോലെ കാണപ്പെട്ടു. പകുതിയുടഞ്ഞ ആ കണ്ണുകൾ വികസിച്ചു. നാസിയയുടെ ആഗ്രഹം ഉയർന്നു. അവളിൽ നിന്ന് വാക്കുകൾ പ്രവഹിച്ചു തുടങ്ങി. ഈ കാണുന്നതൊന്നും കാര്യമല്ലായിരിക്കാം, പക്ഷേ അതിലെല്ലാം സൗന്ദര്യമുണ്ട്. അതിലെല്ലാം ജീവിതമുണ്ട്. ഞാൻ സൗന്ദര്യത്തിൻ്റെ ആരാധികയാണ്. ജീവിതത്തിൻ്റെ കാമുകിയാണ്. കർത്താവിൻ്റെ സൃഷ്ടിയായ ഈ വിശാലമായ ലോകത്തിൽ ഞാൻ സൗന്ദര്യ ആരാധികയായി, ജീവിതഭക്തിയായി, നിത്യകന്യകയായി ജീവിച്ചു കൊള്ളാം. അവളുടെ വാക്പ്രവാഹത്താൽ തന്നെത്താൻ ലയിച്ചു പോയതുപോലെ അവൾ കുറച്ചുനേരം മൗനമായി നിന്നിട്ട് തുടർന്നു. അപ്പച്ചൻ എന്നെ ചൊല്ലി വ്യസനിക്കേണ്ട. വിവാഹത്തെ ഞാൻ വെറുക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിനെ ഞാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഒരു നിത്യകന്യകയായി ജീവിക്കുവാൻ, കന്യകത്വത്തിലും സൗന്ദര്യത്തെ ആരാധിക്കുവാൻ എനിക്ക് കഴിവുണ്ട്. സാറാമ്മയാകട്ടെ കന്യകയായി കഴിയുവാനുള്ളവളല്ല. അവൾക്ക് ജീവിക്കുവാനും സുഖിക്കുവാനും മറ്റൊരാളുടെ സഹായം വേണം. എനിക്ക് വേണ്ടി അവളെ ദുഃഖിപ്പിക്കരുത്. അയാൾ അവളുടെ മുഖത്ത് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവളുടെ വികസിച്ച കണ്ണുകൾ വീണ്ടും പകുതിയടഞ്ഞു. നാസിക പതിഞ്ഞു. അവൾ കയ്യിലിരിക്കുന്ന ചിത്രത്തിലേക്ക് ഉദാസീനമായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അയാൾ എഴുന്നേറ്റ് വാതിൽക്കലേക്ക് നടന്നു. വാതിൽക്കൽ തിരിഞ്ഞു നിന്നിട്ട് അയാൾ പറഞ്ഞു, സാറാമ്മ,
സാറാമ്മയുടെ കല്യാണം നിശ്ചയിച്ചു. അയാൾ വേഗം അവിടെ നിന്ന് പോയി. വീണ്ടും ആ ശോകമന്ദഹാസം. അവൾ വട്ടമേശയുടെ അരികിൽ നിന്നു. ക്രിസ്തുവിന്റെ ചിത്രത്തിൽ ദൃഷ്ടികൾ ഉറപ്പിച്ച് അവൾ മുട്ടുകുത്തി. സാറാമ്മ വിവാഹിതയായി. സാമാന്യം ധനികനും അഭ്യസ്തവിദ്യനുമായ ഒരു യുവാവിനെയാണ് അവൾക്ക് ഭർത്താവായി കിട്ടിയത്. വിവാഹം കഴിഞ്ഞ് അവൾ ഭർതൃഗൃഹത്തിലേക്ക് യാത്രയായി. ദീനാമ്മ അനുയാത്രിയായി പടിവാതിൽ വരെ ചെന്നു. നവദമ്പതികൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറിപ്പോയി. അവർ മറയുന്നതുവരെ ദീനാമ്മ അങ്ങനെ നോക്കി നിന്നു. അച്ഛനും അമ്മയും അവളെ നോക്കി എന്തോ പറഞ്ഞു. അച്ഛൻ നെടുവീർപ്പെട്ടു. അമ്മ കണ്ണുനീർ തുടച്ചു. ദീനാമ്മ അവളുടെ പൂന്തോട്ടത്തിലേക്ക് പോയി. അവൾ വളരെ വേഗം പുഷ്പങ്ങളുടെ സുഗന്ധത്തിലും ലതകളുടെ ഭംഗിയിലും പക്ഷികളുടെ കളകൂജനത്തിലും വലയം പ്രാപിച്ചു. വർഷങ്ങൾ ചിലതുകൂടി കഴിഞ്ഞു. ദീനാമ്മയ്ക്ക് വയസ്സ് 28 അവൾ പകൽ മുഴുവൻ അവളുടെ പൂന്തോട്ടത്തിൽ കഴിച്ചുകൂട്ടും. അവിടെ ഇരുന്ന് അവൾ മനോഹരമായ മനോരാജ്യത്തിൽ സ്വച്ഛാനന്ദം വിഹരിച്ചുകൊള്ളും. സായംകാലത്തിൽ അവളുടെ അച്ഛനും അവിടെ വന്നിരിക്കാറുണ്ട്. അവർ തമ്മിൽ ഒന്നും സംസാരിക്കാറില്ല. അച്ഛൻ്റെ ലോകത്തിൽ നിന്ന് എത്രയും വ്യത്യസ്തമായ ഒരു ലോകത്തിലാണ് മകൾ ജീവിക്കുന്നത്. പ്രകൃതി വിലാസങ്ങളാൽ പരമമോഹനവും കലാപൂർണവുമായ ഒരു ലോകം. അപൂർവം ചിലപ്പോൾ മാത്രം ആ ലോകത്തിൽ നിന്ന് അവൾ കീഴോട്ടിറങ്ങി വരും. അപ്പോൾ അസംതൃപ്തവും അസ്വസ്ഥവുമായ അവളുടെ സ്ത്രീത്വം അവളെ ശല്യപ്പെടുത്തും. പുരുഷന്റെ, ഭർത്താവിൻ്റെ പ്രേമപൂർവമായ ഒരു നോട്ടം, ഒരു വാക്ക്, ഒരു സ്പർശനം, അതിനുവേണ്ടി അവളുടെ ഹൃദയം കുതിക്കും. താൻ വേദന കൊണ്ട് പ്രസവിച്ച പൈതലിൻ്റെ നിർദോഷമായ പുഞ്ചിരിക്ക് വേണ്ടി അവൾ കൊതിക്കും. ക്ഷണനേരത്തേക്ക് മാത്രം. അതിനെയെല്ലാം അസാധാരണമായ പാടവത്തോടുകൂടി അവൾ സംയമനം ചെയ്യും. പക്ഷേ അവളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ആ അസംതൃപ്തിയും അസ്വാസ്ഥ്യവും നിലനിന്നിരുന്നു. ഒരു സായംകാലത്തിൽ അവൾ ചെടികളുടെ ഇടയിൽ അസ്തമന സൂര്യനെ നോക്കി ആനന്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മേഘങ്ങളുടെ വിവിധ വർണ്ണങ്ങളും ആ വർണ്ണങ്ങൾ അനുനിമിഷം മാറി മാറിക്കൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ട് അവൾ സ്വയം മറന്നു കഴിഞ്ഞു. ദീന! ആ വിളി അവളെ ഉണർത്തി. പതിവില്ലാത്ത ഒരു പ്രസന്നതയോടുകൂടി നിൽക്കുന്ന പിതാവിനെയാണ് അവൾ കണ്ടത്. അവൾ എഴുന്നേറ്റു. ഇരിക്ക്, ഞാനും ഇരിക്കാം. അയാളും അവളും ഇരുന്നു. ദീന, നീ എന്നും ഇങ്ങനെ കന്യകയായി ഇരിക്കുവാനാണോ ആഗ്രഹിക്കുന്നത്? അവൾ ഉത്തരം പറഞ്ഞില്ല. പശ്ചിമ ചക്രവാളത്തെ നോക്കിക്കൊണ്ട് അവൾ മൗനമായി നിന്നു. നിന്നെ കല്യാണം കഴിച്ച് കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവളുടെ കൂടെപ്പിറപ്പായ ആ ശോകമന്ദഹാസത്തോടുകൂടി അവൾ പറഞ്ഞു. അപ്പച്ച, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അനവധി ആഗ്രഹങ്ങളുടെ കരിയും ചാമ്പലും കുന്നുകൂനായി കിടക്കുന്നുണ്ട്. ദൈവത്തിന് കരുണയുണ്ട് മോളെ. ഉണ്ടായിരിക്കാം. അവൾ ചിന്തയിൽ ആണ്ടുപോയതുപോലെ കാണപ്പെട്ടു. അയാൾ എന്തോ പറയുവാൻ ഭാവിച്ചു. സങ്കോചത്തോടുകൂടി അയാൾ വിരമിച്ചു. ചിന്തയിൽ നിന്ന് ഉണരാതെ അവളോട് തന്നെ എന്ന പോലെ അവൾ പറഞ്ഞു. എന്നും കന്യയായിരിക്കുക, അതിലും ഒരാനന്ദമുണ്ട്. ഈ പുഷ്പങ്ങളും ലതകളും സൂര്യോദയവും അസ്തമയവും, അതിലും ഉപരിയായ ആനന്ദം ആർക്കും തരുവാൻ കഴിയും? അവൾ വീണ്ടും ചിന്തയിൽ ലയിച്ചു. മോളെ, നിന്നെ കല്യാണം കഴിക്കുവാൻ ഒരാളുണ്ട്. ഹാസ്യസ്വരത്തിൽ അവൾ ചോദിച്ചു. എന്നെയോ? അതെ, അക്കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെയോ? അവൾക്ക് വിശ്വാസമില്ല. അതെ, നിന്നെ തന്നെ. അയാൾ ഇപ്പോഴങ്ങ് പോയതേ ഉള്ളൂ. ആര്? തോമസ്. ഏത് തോമസ്? CM തോമസ്. റോസാപ്പൂ പറിക്കാൻ കൈനീട്ടുന്ന സുന്ദരിയുടെ ചിത്രം അവളുടെ സ്മരണയിൽ വന്നു. അവൾ കൗതുകത്തോടുകൂടി ചോദിച്ചു. ആർട്ടിസ്റ്റ് CM തോമസ് അല്ലേ? അവൾ കുറച്ചുനേരം മൗനമായിരുന്നിട്ട് ചോദിച്ചു. അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എൻ്റെ മുഖവും? എന്നിട്ടും? അവൾ അർത്ഥോക്തിയിൽ വിരമിച്ചു. അതേ മോളെ, എന്നിട്ടും അയാൾ നിന്നെ കല്യാണം കഴിക്കാമെന്ന് വാക്കു പറഞ്ഞു. പിന്നൊരു കാര്യം, 3000 കൊടുക്കണമെന്നാ കരാർ. 3000മോ? എന്തിന്? അവൾ നെറ്റിച്ചുളിച്ചു. 3000 അല്ല, 5000 ചോദിച്ചാലും ഞാൻ കൊടുക്കും മോളെ. എൻ്റെ മോളെ കല്യാണം കഴിപ്പിച്ച് കണ്ടേച്ച് ചാവണമെന്നേ എനിക്ക് മോഹമുള്ളൂ. ചവിട്ടേറ്റ സർപ്പത്തെ പോലെ അവൾ ഒന്ന് പുളഞ്ഞു. വേണ്ട അപ്പച്ച, അത് വേണ്ട. എൻ്റെ വൈരൂപ്യം, എൻ്റെ നിർഭാഗ്യത, അതെൻ്റെ കൂടെ തന്നെ ഇരുന്നു കൊള്ളട്ടെ. അതിനെ ഒരു കച്ചവട സാധനമാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല മോളെ. വേണ്ട, അവൾ തടഞ്ഞു. ഈ അപമാനം ഞാൻ സഹിക്കുകയില്ല. 3000 രൂപ അയാൾക്ക് വേണമെങ്കിൽ അപ്പച്ചൻ കൊടുത്തുകൊള്ളൂ. പക്ഷെ എന്നെ അദ്ദേഹത്തെ ഏൽപ്പിക്കരുത് മോളെ. അപ്പച്ച, അവൾ ദയനീയമായി പറഞ്ഞു. അദ്ദേഹം ഒരു ചിത്രകാരൻ. സുന്ദരികളായ സ്ത്രീകളെയും മറ്റു സുന്ദര വസ്തുക്കളെയും ചിത്രീകരിക്കുന്ന ഒരു കലാകാരൻ. എൻ്റെ വിരൂപമായ മുഖം അദ്ദേഹത്തെ എപ്പോഴും ശല്യപ്പെടുത്തും. അദ്ദേഹം എന്നെ വെറുക്കും, എന്നെ അവഹേളിക്കും. ഞാൻ ദുഃഖത്തിൽ ആണ്ടുപോകും. ഞങ്ങളുടെ വൈവാഹിക ജീവിതം നരകത്തേക്കാൾ കഷ്ടമാകും അപ്പച്ച. ദുഃഖം വില കൊടുത്ത് വാങ്ങണോ മോളെ? ഞാൻ വാക്കുകൊടുത്തു. അയ്യോ, എൻ്റെ ജീവിതം തുലഞ്ഞു. എൻ്റെ ആനന്ദം നശിച്ചു. അവൾ അവിടെ നിന്ന് ഓടിപ്പോയി. പള്ളിയിലെ വിവാഹവേദി. ദീനാമ്മ നമ്രമുഖിയായി തോമസിൻ്റെ അരികിൽ നിൽക്കുകയാണ്. പുരോഹിതൻ വേദപുസ്തകത്തിൽ നിന്ന് പാരായണം ചെയ്യുന്നു. ദീനാമ്മ തോമസിൻ്റെ മുഖത്തേക്ക് ഒളിഞ്ഞൊന്ന് നോക്കി. സുന്ദരമായ ആ മുഖത്ത് അശ്രദ്ധയും നിരുത്തരവാദിത്വവും അവൾ കണ്ടു. വിവാഹവേദിയിലാണ് നിൽക്കുന്നതെന്ന് ഒരു ഭാവം പോലും അയാളുടെ മുഖത്ത് അവൾ കണ്ടില്ല.
ലക്ഷ്യമില്ലാതെ അങ്ങുമിങ്ങും പാഞ്ഞുകൊണ്ടിരിക്കുന്ന അയാളുടെ കണ്ണുകൾ യാദൃച്ഛികമായി ക്ഷണനേരം അവളുടെ കണ്ണുകളുമായി ഇടഞ്ഞു. ഒരു ഹാസ്യഭാവം അയാളുടെ മുഖത്ത് നിഴലിച്ചു. അവൾ ഒന്ന് നടുങ്ങി. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞു. ബന്ധുക്കൾ അവളെ ആശീർവദിച്ചു. സ്നേഹിതകൾ അവളെ അനുമോദിച്ചു. അവൾ ആരും കാണാതെ കണ്ണുനീർ തുടച്ചു. ദീനാമ്മ ഭാര്യയായി. അവൾ ഭർതൃഗൃഹത്തിലെ ഗൃഹനായികയുമായി. അനാഥമായി താറുമാറായി കിടന്നിരുന്ന ഒരു വീടായിരുന്നു അത്. ദീനാമ്മയും വൃദ്ധയായ ഒരു ഭൃത്യയും മാത്രമേ ആ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ദീനാമ്മ അതിശ്രമം ചെയ്ത് ആ വീട് മുഴുവൻ ശുചിയാക്കി. മുറികളെല്ലാം അലങ്കരിച്ചു. വിവാഹത്തിനു മുമ്പ് അവൾ സമ്പാദിച്ച ചിത്രങ്ങളെല്ലാം കിടപ്പുമുറിയിൽ അലങ്കരിച്ചു. റോസാപ്പൂ പറിക്കുവാൻ ഭവിക്കുന്ന സുന്ദരിയുടെ ആ ചിത്രത്തിന്, അവൾ അത്യധികം സ്നേഹിക്കുന്ന ആ ചിത്രത്തിന് അവൾ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു സ്ഥാനം കൊടുത്തു. ഇപ്പോൾ ആ ചിത്രം അവളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് അല്പം അകലെ വിശാലമായ ഒരു കുളത്തിൻ്റെ കരയിൽ അവൾ ഒരു പൂന്തോട്ടമുണ്ടാക്കി. കുളത്തിൽ താമര നട്ടുപിടിപ്പിച്ച് അതിനെ ഒരു താമര പൊയ്കയാക്കി. പൊയ്കയ്ക്ക് അഭിമുഖമായി ഒരു വള്ളിക്കുടിലും നിർമ്മിച്ചു. അങ്ങനെ അവൾ വീണ്ടും ചിത്രങ്ങളിലും പൂന്തോട്ടങ്ങളിലും അവളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചു. തോമസ് ദിവസത്തിലൊരിക്കലോ 2 ദിവസത്തിലൊരിക്കലോ വീട്ടിൽ വരും. വന്നാൽ അധികം താമസിക്കാതെ പോവുകയും ചെയ്യും. എവിടെ പോകുന്നു എന്നോ എന്തിനു പോകുന്നു എന്നോ അവൾ ചോദിച്ചില്ല. അതുമാത്രമല്ല, അവൾ ഒന്നും ചോദിക്കാറില്ല. അവളുടെ മുഖത്ത് നോക്കാതെ അയാൾ വീട്ടുകാര്യങ്ങളെപ്പറ്റി അശ്രദ്ധമായ ചില ചോദ്യങ്ങൾ ചോദിക്കും. അയാളുടെ മുഖത്ത് നോക്കാതെ അവൾ ഹ്രസ്വമായ ഉത്തരങ്ങളും കൊടുക്കും. ഭൃത്യ ദീനാമ്മയോട് തോമസിനെപ്പറ്റി പലതും പറഞ്ഞു. പല സ്ത്രീകളെയും അവൾ കുറ്റപ്പെടുത്തി. തോമസിന്റെ ദുർനടത്തത്തെപ്പറ്റി പരാതിപ്പെട്ടു. ഇനി മോള് വിചാരിച്ചാലേ മര്യാദയ്ക്കാകൂ. അങ്ങനെ അവൾ ഉപസംഹരിച്ചു. ദീനാമ്മ അതൊന്നും കേട്ടതായി നടിച്ചില്ല. ഭർത്താവിനെ പരിചയപ്പെടുവാൻ പോലും അവൾക്ക് കഴിഞ്ഞിട്ടില്ല. വിവാഹ ദിവസം അവൾ അയാളുടെ അരികിൽ നിന്നിട്ടുണ്ട്. അയാളുടെ വിരലിൽ മോതിരമിട്ടപ്പോഴും കഴുത്തിൽ മിന്നുകെട്ടിയപ്പോഴും അയാൾ അവളെ സ്പർശിച്ചിട്ടുണ്ട്. അത്രമാത്രം. വിവാഹം കഴിഞ്ഞിട്ടും അവൾ കന്യകയായി തന്നെ ജീവിക്കുന്നു. പഴയതുപോലെ അവൾ ചിത്രങ്ങളിലും പുഷ്പലതാദികളിലും ആനന്ദിച്ചിരുന്നു. പക്ഷേ പഴയതിനേക്കാളും അസഹ്യമായ ഹൃദയഭേദകമായ ഒരു അസ്വാസ്ഥ്യം അവളെ ബാധിച്ചിരുന്നു. ആ വീട്ടിലുള്ള ഒരു മുറി മാത്രം അവൾ കണ്ടിട്ടില്ല. അതെപ്പോഴും പൂട്ടിയിട്ടിരിക്കുകയാണ്. വാതിലിൻ്റെ മുകളിൽ സ്റ്റുഡിയോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ മുറിയുടെ താക്കോൽ തോമസിന്റെ കയ്യിലാണ്. മുറിയൊന്ന് തുറന്നു കാണുവാൻ ദീനാമ്മയ്ക്ക് അത്യധികമായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തോമസിനോട് താക്കോൽ ചോദിക്കുവാൻ അവൾക്ക് ധൈര്യമുണ്ടായില്ല. മനോഹരമായ ഒരു സായാഹ്നത്തിൽ ദീനാമ്മ പൂന്തോട്ടത്തിലെ വള്ളിക്കുടലിൽ പൊയ്കയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മന്ദമാരുതൻ പൊയ്കയിലെ നിർമ്മല ജലത്തിൽ കല്ലോലമാലകൾ ചാർത്തി. വിടർന്നു നിൽക്കുന്ന താമരകൾ മെല്ലെ മെല്ലെ ഇളകിയാടുന്നുണ്ട്. വണ്ടുകൾ മർമരഗാനം ആലപിച്ചുകൊണ്ട് പുഷ്പങ്ങൾ തോറും പറന്നു നടക്കുന്നു. ദീനാമ്മ പൊയ്കയുടെ സൗന്ദര്യത്തിൽ ആമഗ്നയായി. അവൾ അവളുടെ അസ്വാസ്ഥ്യത്തെയും ദുഃഖത്തെയും അവളെ തന്നെയും മറന്നു. അവളുടെ അർത്ഥനിമീലിത നേത്രങ്ങൾ വികസിച്ചു. പതിഞ്ഞ നാസിക ഉയർന്നതുപോലെ കാണപ്പെട്ടു. പശ്ചിമ ചക്രവാളത്തിലെ അരുണാവർണം അവളുടെ അധരങ്ങളിൽ ഒരു നേരിയ ചുവപ്പ് നിറം കലർത്തി. അവളുടെ മുഖത്ത് അവർണ്ണനീയമായ തേജസ് ദൃശ്യമായി. അവൾ സൗന്ദര്യത്തിൽ ബലയം പ്രാപിച്ചു. അവൾ പാടുവാൻ തുടങ്ങി. പൊയ്കയുടെ മറുകരയിൽ ആരോ നിൽക്കുന്നത് ദീനാമ്മയുടെ ദൃഷ്ടികൾ യാദൃച്ഛികമായി കണ്ടു. അവിടെ നിന്ന് ഒരു മന്ദഹാസം. അവൾ എഴുന്നേറ്റു നമ്രമുഖിയായി. അവൾ വീണ്ടും പൊയ്കയുടെ മറുകരയിലേക്ക് നോക്കി. അവളുടെ ഭർത്താവ് അന്നാദ്യമായി അവളെ നോക്കി മന്ദഹസിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ. ദീനാമ്മ പിന്നെയും മറുകരയിലേക്ക് ഒളിഞ്ഞു നോക്കി. തോമസ് അതിവേഗം നടന്നു പോവുകയാണ്. അവൾ 2-3 അടി മുന്നോട്ട് വെച്ചു. അവളുടെ ശരീരം വിറച്ചു. ആ മന്ദഹാസം, അതിൻ്റെ ലഹരിയിൽ അവൾ പ്രജ്ഞാഹീനയായി. തോമസിന്റെ സ്റ്റുഡിയോ അകത്തുനിന്ന് സാക്ഷിയിട്ടിരിക്കുകയാണ്. ദീനാമ്മ പല പ്രാവശ്യം വാതിൽക്കൽ ചെവിവെച്ച് ശ്രദ്ധിച്ചു. നിശബ്ദത. ഒരു നേരിയ ശ്വാസോച്ഛ്വാസം മാത്രം അവൾക്ക് കേൾക്കാം. അതിനകത്ത് അദ്ദേഹം എന്തു ചെയ്യുന്നുണ്ടാകും? അവൾ സ്വയം ചോദിച്ചു. വാതിൽക്കൽ നിന്ന് അവൾ ഒന്ന് ചുമച്ചു. അകത്തുനിന്ന് ഉത്തരമുണ്ടായില്ല. വാതിലിൽ ഒന്ന് തള്ളി നോക്കുവാൻ അവൾക്ക് തോന്നി. പക്ഷേ അതിനവൾക്ക് ധൈര്യമുണ്ടായില്ല. ഭൃത്യ അവളോട് പറഞ്ഞു, തോമസിന് ചിലപ്പോൾ അങ്ങനെയൊരു സ്വഭാവമുണ്ടെന്ന്. എവിടെ നിന്നെങ്കിലും ഓടി വന്ന് അതിനകത്തേക്ക് കയറുന്നത് കാണാം. പിന്നെ 1-2 ദിവസത്തേക്ക് പുറത്തിറങ്ങത്തില്ല. ഇപ്പൊ കുറേ നാളായിട്ട് അങ്ങനെയൊന്നും കാണാറില്ലായിരുന്നു. മോള് വന്ന പിന്നെ ഇതാദ്യമാ. ദീനാമ്മയുടെ ഉത്കണ്ഠ ശമിച്ചു. അവൾക്ക് ആശ്വാസമായി. പിന്നെ അവൾ ആ വാതിൽക്കലരികിൽ പോയില്ല. പൊയ്കയുടെ മറുകരയിൽ നിന്നുള്ള ആ മന്ദഹാസം, അതിൻ്റെ സ്മരണയിൽ അവൾ നിമിഷങ്ങൾ കഴിച്ചു. രാത്രിയിൽ അവൾ ഉറങ്ങിയില്ല. ആ മന്ദഹാസത്തിന്റെ മാധുര്യം ആസ്വദിക്കുവാൻ അവൾ ഉണർന്നിരുന്നു. അടുത്ത ദിവസം കാലത്തെ അവൾ സ്റ്റുഡിയോവിൻ്റെ വാതിൽക്കൽ ചെന്ന് നോക്കി. തുറന്നിട്ടില്ല. അവൾ ദിനകൃത്യങ്ങൾക്കായി പോയി. അന്ന് അവൾ ഭൃത്യയോട് പതിവില്ലാത്തതുപോലെ അധികം സംസാരിച്ചു. അവളുടെ വീട്ടുകാര്യങ്ങളും കല്യാണക്കാര്യവും മറ്റും. അലഭ്യമായ എന്തോ ഒന്ന് ലഭിച്ചതുപോലെ, അപ്രാപ്യമായതിനെ പ്രാപിച്ചതുപോലെ ദീനാമ്മയിൽ ഒരു നവമായ ഉന്മേഷം കളിയാടി. അവളുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടായി. സ്റ്റുഡിയോവിനെതിരെയുള്ള മുറിയിൽ ശ്രദ്ധയോടെ ഒരു ഭാഗത്തു തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ദീനാമ്മ ഇരിക്കുകയായിരുന്നു.
സമയം 4 മണി കഴിഞ്ഞു. അന്നവൾ പൂന്തോട്ടത്തിലേക്ക് പോയില്ല. ചെടികൾ നനച്ചില്ല. എതിരെയുള്ള മുറിയുടെ വാതിൽ തുറന്നു കാണുവാൻ അവൾ കാത്തിരിക്കുകയാണ്. അവൾ അക്ഷമയായി തുടങ്ങി. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. ദീനാമ്മയുടെ ഹൃദയം ഒന്ന് കുതിച്ചു. അവൾ എഴുന്നേറ്റു. തോമസ് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അവൾ ജനാലയിലൂടെ കണ്ടു. അവൾ സ്റ്റുഡിയോയിലേക്ക് പ്രവേശിച്ചു. അശ്രദ്ധമായിട്ടിരിക്കുന്ന ഒരു ചിത്രശാലയാണത്. ചായങ്ങളും ബ്രഷുകളും അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നു. പൂർത്തിയാകാത്ത ചിത്രങ്ങൾ മേശപ്പുറത്തും കസേരകളിലും തറയിലും അലക്ഷ്യമായി ഇട്ടിട്ടുണ്ട്. മുറിയുടെ നടുവിലുള്ള സ്റ്റാൻഡിൽ ഒരു പുതിയ ചിത്രം വെച്ചിരിക്കുന്നു. നേരിയ ഒരു തുണിയിൽ അത് ആച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനടുത്ത് തന്നെ ഒരു കസേരയും ഒരു സ്റ്റൂളിന്മേൽ ചായങ്ങളുമുണ്ട്. ചിത്രത്തെ ആച്ഛാദനം ചെയ്തിരിക്കുന്ന തുണിയെ അവൾ അതീവ ശ്രദ്ധയോടുകൂടി എടുത്തുമാറ്റി. അവൾ ഒന്ന് നോക്കി. ആ ചിത്രത്തിൽ അവൾ മുഴുകിപ്പോയി. അതിമനോഹരമായ ഒരു പൊയ്ക, അരുണോദയമേ പശ്ചിമ ചക്രവാളം ആ പൊയ്കയിലെ ജലത്തിൽ പ്രതിബിംബിച്ചു കാണാം. ഒരു വണ്ട് ഒരു താമരയിൽ ചെന്നിരിക്കാൻ ഭാവിക്കുന്നു. പൊയ്കയുടെ തീരത്തുള്ള വള്ളിക്കുടലിൽ ഒരു സ്ത്രീ പൊയ്കയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. പകുതിയടഞ്ഞ കണ്ണുകൾ, പകുതിഞ്ഞ മൂക്ക്, ഉന്തിയ പല്ലുകൾ, നേർത്ത കഴുത്ത്, അതാണ് അവളുടെ രൂപം. വള്ളിക്കുടലിൻ്റെ പിറകിൽ ഒരു പൂന്തോട്ടം അസ്പഷ്ടമായി കാണാം. അതാണ് ചിത്രം. ദീനാമ്മ ചിത്രത്തിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് വളരെ നേരം നിന്നു. ഒരു നേരിയ ശ്വാസം അവളുടെ കവിളിൽ തട്ടി. അവൾ തിരിഞ്ഞു നോക്കി. തോമസ്. അവൾ പെട്ടെന്ന് ഒരു വശത്തേക്ക് ഒഴിഞ്ഞു നിന്നു. അവൾ നമ്രമുഖിയായി. അയാൾ അവളെ ആവേശത്തോടു കൂടി നോക്കി. അവരുടെ കണ്ണുകൾ ഇടഞ്ഞു. അവൾക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. അവൾ ദൃഷ്ടികൾ പിൻവലിച്ചു. ഏതാനും നിമിഷങ്ങൾ അവൾ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ആ സ്ത്രീയുടെ വിരൂപമായ മുഖത്തിനടിയിൽ ഒരു ഹൃദയമുണ്ട്. അതിനെ ചിത്രീകരിക്കുവാൻ ആ തൂലികയ്ക്ക് ശക്തിയില്ല. അവളുടെ കണ്ഠം ഇടറി. ആ ചിത്രം അപൂർണമാണ്. അയാൾ ബ്രഷ് കയ്യിലെടുത്തുകൊണ്ട് ചിത്രത്തോടടുത്തു. അയാൾ ഒന്നുകൂടി നോക്കി. അയാൾ ചിന്തയിലാണ്ടുപോയി. നിമിഷങ്ങൾ പലതു കഴിഞ്ഞു. ദീനാമ്മ അയാളുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ മുഖം ക്രമേണ പ്രശാന്ത ഗംഭീരമായ ഒരു ഭാവം കൈക്കൊണ്ട് പെട്ടെന്ന് അയാൾ ബ്രഷ് ചായത്തിൽ മുക്കി. ചിത്രത്തിൻ്റെ പല ഭാഗങ്ങൾ മാർദ്ദവമേറിയ ചില സ്പർശനങ്ങൾ മാത്രം. അയാൾ ബ്രഷുകൾ മാറി മാറി എടുത്തു. അയാളുടെ കൈ ഊർജിതമായി ചലിച്ചുകൊണ്ടിരുന്നു. അയാൾ ബ്രഷുകൾ താഴെയിട്ട് പിറകോട്ട് മാറിയെന്നു. ഒരു മന്ദഹാസം. പൊയ്കയുടെ മറുകരയിൽ വെച്ച് കണ്ടതായ ആ മന്ദഹാസം. അയാൾ പറഞ്ഞു, നോക്കണം, ആ സ്ത്രീയുടെ സുന്ദരമായ ഹൃദയത്തെ ഞാൻ കാണുന്നു. ദീനാമ്മ ചിത്രത്തിലേക്ക് നോക്കി. ആ സ്ത്രീയുടെ കണ്ണുകൾ വിടർന്നിരിക്കുന്നു. അതിൽ നിന്ന് സൗന്ദര്യം പ്രവഹിക്കുന്നത് പോലെ തോന്നി. ആ നാസിയുടെ അഗ്രം ഒന്ന് ഉയർന്നിട്ടുണ്ട്. അതിരങ്ങളിൽ ഒരു മങ്ങിയ അരുണാഭ കളിയാടുന്നു. ഞാൻ സംതൃപ്തയായി, അവൾ ആവേശത്തോടുകൂടി പറഞ്ഞു. അയാൾ അവളുടെ അടുക്കിലേക്ക് നീങ്ങി. അയാളുടെ കൈ അവളുടെ ഭുജത്തെ സ്പർശിച്ചു. ദീനേ, ഇത്ര മനോഹരമായൊരു ഹൃദയം നിന്നിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അയാളുടെ കൈകൾ അവളെ വളഞ്ഞു. അന്നാദ്യമായി അവൾ ഭർത്താവിൻ്റെ മാർവിടത്തിൽ തല ചായ്ച്ചു. ഈ ലോകത്തിലെ സൗന്ദര്യ സമ്പത്ത് മുഴുവൻ എൻ്റെ കൈക്കുള്ളിൽ. അയാൾക്ക് ശ്വാസം മുട്ടി. നാഥാ, അവൾ മൂർച്ഛിച്ചു.